പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഈ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള എന്ത് നല്ല കാര്യങ്ങളാണ് മാർക്കറ്റിൽ ജനങ്ങളിലോട്ട് എത്തിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യണം, അത് നോട്ട് ചെയ്ത് പോവുകയും അത് മാർക്കറ്റിംഗ് ടീമിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് മാർക്കറ്റിംഗ് എന്നുള്ള കാര്യം. നമ്മുടെ നാട്ടിലൊക്കെ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഏജൻസികളുണ്ട്, നല്ല മിടുക്കരായ ഏജൻസികളുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഏജൻസിനെ ഏൽപ്പിച്ചാലും അത് ചിലപ്പോൾ റിസൾട്ട് ആവാതെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ആ മാർക്കറ്റിംഗ് ഏജൻസിനെ കുറ്റം പറയും. പക്ഷേ ഞാൻ പറയുന്നത് ഒരിക്കലും ആ മാർക്കറ്റിംഗ് ഏജൻസി, ആ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഏജൻസിയുടെ കുഴപ്പമല്ല. ഒരു ബിസിനസ്സുകാരന് അവൻ്റെ ഒരു പ്രൊഡക്റ്റോ അവൻ്റെ ഒരു സർവീസോ അവൻ കണ്ടുപിടിച്ചിട്ട് അത് പുറത്തോട്ട് എത്തിക്കുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്കാണ് അറിയാൻ പറ്റുന്നത് ഇത് ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമറുടെ ആവശ്യങ്ങൾക്കാണ് ഞാൻ മുൻതൂക്കം കൊടുക്കേണ്ടത്, എൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ആ കസ്റ്റമർക്ക് എന്താണ് ഗുണം എന്നുള്ളൊരു കാര്യമെല്ലാം ആ ബിസിനസ് ഓണർ തൻ്റെ മാർക്കറ്റിംഗ് ഏജൻസിയോട് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനോട് കൃത്യമായിട്ട് പഠിപ്പിക്കണം. കാരണം ഓരോ ഓണർ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ അയാളുടെ ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റുകളോ സർവീസോ എന്താണ് മറ്റുള്ളവർക്ക് കിട്ടുന്ന ഗുണം എന്നുള്ളൊരു കാര്യം ആദ്യം ഈ മാർക്കറ്റിംഗ് ടീമിനെ പഠിപ്പിക്കുകയും അത് മാർക്കറ്റിംഗ് ടീം മനസ്സിലാക്കി അവരുടെ കഴിവിൻ്റെ പരമാവധി അതിനു വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കസ്റ്റമർ വരും. മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ആര് വരും? കസ്റ്റമർ വരും. ഈ കസ്റ്റമർ വരുന്നതാണ് ആ ബിസിനസ്സുകാരന് ബിസിനസ്സിൻ്റെ സെയിൽസായിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ വളർച്ചയായിട്ട് വരിക. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ബിസിനസ്സുകാരൻ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഈ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള എന്ത് നല്ല കാര്യങ്ങളാണ് മാർക്കറ്റിൽ ജനങ്ങളിലോട്ട് എത്തിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യണം, അത് നോട്ട് ചെയ്ത് പോവുകയും അത് മാർക്കറ്റിംഗ് ടീമിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.